ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെ കേരളത്തിൽ വളരെ ശുഭമായി കരുതപ്പെടുന്ന ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമായ ഒരിതാണ് അഷ്ടമംഗല്യം. ഈ അഷ്ടമംഗല്യം ഞാൻ എപ്പോഴും തമിഴ്നാട്ടിലേക്കും ഇത് കൊണ്ടു ചെല്ലാറുണ്ട്. ഇവിടെ ഇത് അധികം ഫോളോ ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ നല്ല ദിവസങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഇവിടെ വരലക്ഷ്മി നോമ്പാവട്ടെ, കല്യാണ കാര്യങ്ങളിൽ ഓരോ വശത്തും ആ സ്റ്റേജിൽ ഡെക്കറേഷനിൽ ഒരെണ്ണം എൻ്റെ ഈ അഷ്ടമംഗല്യത്തിൻ്റെ സെറ്റ് ഉണ്ടാവും. ഞാനിവിടെ എല്ലാവർക്കും ഇത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പുടവയും ഈ ബാൽക്കണ്ണാടിയും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ബാക്കിയുള്ളതൊക്കെ അവരെ വീടുകളിലുള്ളത് വയ്ക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇത് രണ്ടും നമ്മളെ കേരളത്തിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ നല്ല മുഹൂർത്തങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് പുടവയായി, പാൽക്കണ്ണാടി, വെള്ളം, സ്വർണം, മഞ്ഞൾ, കുങ്കുമം, പൂവ്, വിളക്ക്, ഇങ്ങനെ 8 എണ്ണമാണ് ഞാനിവിടെ പൊതുവെ വയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ നല്ല അറിവുകൾ ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും കമൻറ്റിലൂടെ പറഞ്ഞാൽ ഞാനും ഇനി കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്തേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതെപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ. എന്ത് ഭംഗിയായി കണ്ടില്ലേ? ഒരു നല്ല ഒരു ശുഭമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ കല്യാണ വീടുകളിൽ ഇത് കൂടുതൽ കാണും. എന്നാലും ഞാനിവിടെ ഓരോ പൂജ ഇതിനും ഞാൻ ഇവിടെ വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് വിഷു ദിവസത്തിനായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരിതാണ്. ഞാൻ നിങ്ങളായിട്ടും കൂടെ പങ്കുവിടാമെന്ന് വിചാരിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ. അതൊന്ന് നിങ്ങളെ എത്തിക്കണമെന്നുണ്ടായിരുന്നു.